എല്ലാവർക്കും E&J ക്രിയേഷൻസിലേക്ക് സ്വാഗതം. PSC ബുള്ളറ്റിനിൽ പ്രസിദ്ധീകരിച്ചവയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങൾ അടങ്ങിയ ഒരു ക്ലാസ്സാണിത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്ത് കാണുന്നതിലേക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, നന്ദവംശത്തിൻ്റെ ഭരണം അവസാനിപ്പിച്ചത് അത് ചന്ദ്രഗുപ്ത മൗര്യൻ. അപ്പോൾ ചന്ദ്രഗുപ്ത മൗര്യനാണ് നന്ദവംശത്തിൻ്റെ ഭരണം അവസാനിപ്പിച്ചത്. അടുത്ത ചോദ്യം, നർമ്മദയ്ക്കും താപ്തിക്കും ഇടയിലുള്ള പർവ്വതനിര അത് സാത്പുര. അപ്പോൾ സാത്പുരയാണ് നർമ്മദയ്ക്കും താപ്തിക്കും ഇടയിലുള്ള പർവ്വതനിര. അടുത്ത ചോദ്യം, നല്ലളം താപനിലയം ഏതു ജില്ലയിലാണ്? അത് കോഴിക്കോട്. അപ്പോൾ കോഴിക്കോട് ജില്ലയിലാണ് നല്ലളം താപനിലയം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ഭാരതരത്ന നേടിയ ഇന്ത്യക്കാരനല്ലാത്ത ആദ്യ വ്യക്തി അത് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. അപ്പോൾ ഖാൻ അബ്ദുൾ ഗാഫർ ഖാനാണ് ഭാരതരത്ന നേടിയ ഇന്ത്യക്കാരനല്ലാത്ത ആദ്യ വ്യക്തി. അടുത്ത ചോദ്യം, നന്ദാദേവി ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ്? അത് ഉത്തരാഖണ്ഡ്. അപ്പോൾ ഉത്തരാഖണ്ഡിലാണ് നന്ദാദേവി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മാഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ഏതവസരത്തിലാണ് നെഹ്റു ഇപ്രകാരം പറഞ്ഞത്? അത് ഗാന്ധിജി അന്തരിച്ചപ്പോൾ. അപ്പോൾ ഗാന്ധിജി അന്തരിച്ചപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മാഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ് എന്ന് നെഹ്റു പറഞ്ഞത്. അടുത്ത ചോദ്യം, പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്നത് അത് കുട്ടനാട്. അപ്പോൾ കുട്ടനാടിനെയാണ് പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, പല്ലവ രാജാക്കന്മാരുടെ വാസ്തുശില്പകലയുടെ പ്രധാന കേന്ദ്രം അത് മഹാബലിപുരം. അപ്പോൾ മഹാബലിപുരമാണ് പല്ലവ രാജാക്കന്മാരുടെ വാസ്തുശില്പകലയുടെ പ്രധാന കേന്ദ്രം. അടുത്ത ചോദ്യം, പരിസ്ഥിതി സംരക്ഷണം ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ആദ്യ രാജ്യം അത് നമീബിയ. അപ്പോൾ നമീബിയയാണ് പരിസ്ഥിതി സംരക്ഷണം ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ആദ്യ രാജ്യം. അടുത്ത ചോദ്യം, പറക്കുന്ന മത്സ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം അത് ബാർബഡോസ്. അപ്പോൾ ബാർബഡോസ് ആണ് പറക്കുന്ന മത്സ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം. അടുത്ത ചോദ്യം, പുതുതായി രൂപം കൊള്ളുന്ന എക്കൽ മണ്ണ് അത് ഖാദർ. അപ്പോൾ ഖാദർ എന്നതാണ് പുതുതായി രൂപം കൊള്ളുന്ന എക്കൽ മണ്ണിൻ്റെ പേര്. അടുത്ത ചോദ്യം, നളചരിതം ആട്ടക്കഥയെ കേരള ശാകുന്തളം എന്ന് വിശേഷിപ്പിച്ചതാര്? അത് ജോസഫ് മുണ്ടശ്ശേരി. അപ്പോൾ ജോസഫ് മുണ്ടശ്ശേരിയാണ് നളചരിതം ആട്ടക്കഥയെ കേരള ശാകുന്തളം എന്ന് വിശേഷിപ്പിച്ചത്. അടുത്ത ചോദ്യം, പൂർവ്വ ദിക്കിലെ ഏലത്തോട്ടം എന്നറിയപ്പെടുന്നത് അത് കേരളം. അപ്പോൾ കേരളത്തെയാണ് പൂർവ്വ ദിക്കിലെ ഏലത്തോട്ടം എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, പൂർണ്ണ കുംഭമേള എത്ര വർഷത്തിലൊരിക്കലാണ് നടക്കുന്നത്? അത് 12. അപ്പോൾ 12 വർഷത്തിലൊരിക്കലാണ് പൂർണ്ണ കുംഭമേള നടക്കുന്നത്. അടുത്ത ചോദ്യം, ഫാറ്റ് ടാക്സ് ഏർപ്പെടുത്തിയ ആദ്യ രാജ്യം അത് ഡെൻമാർക്ക്. അപ്പോൾ ഡെൻമാർക്കാണ് ഫാറ്റ് ടാക്സ് ഏർപ്പെടുത്തിയ ആദ്യ രാജ്യം. അടുത്ത ചോദ്യം, പുന്നയൂർകുളം ആരുടെ ജന്മദേശമാണ്? അത് മാധവിക്കുട്ടി. അപ്പം മാധവിക്കുട്ടിയുടെ ജന്മദേശത്തെയാണ് പുന്നയൂർകുളം എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, നഗ്നപാതനായ ചിത്രകാരൻ എന്നറിയപ്പെടുന്നത് അത് MF ഹുസൈൻ. അപ്പോൾ MF ഹുസൈനെയാണ് നഗ്നപാതനായ ചിത്രകാരൻ എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, പർവ്വതങ്ങളിലെ കാറ്റ് എന്ന നോവൽ എഴുതിയതാര്? അത് ജോർജ് ഓണക്കൂർ. അപ്പോൾ ജോർജ് ഓണക്കൂരാണ് പർവ്വതങ്ങളിലെ കാറ്റ് എന്ന നോവൽ എഴുതിയത്. അടുത്ത ചോദ്യം, ബാസ്ക്കറ്റ് ബോൾ ടീമിലെ കളിക്കാരുടെ എണ്ണം അത് 5. അപ്പോൾ 5 കളിക്കാരാണ് ഒരു ബാസ്ക്കറ്റ് ബോൾ ടീമിൽ ഉള്ളത്. അടുത്ത ചോദ്യം, ബാഗ്ദാദ് ഏത് നദിയുടെ തീരത്താണ്? അത് ടൈഗ്രീസ്. അപ്പോൾ ടൈഗ്രീസ് നദിയുടെ തീരത്താണ് ബാഗ്ദാദ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ബുർജ് ഖലീഫയുടെ ഡിസൈനർ അത് അഡ്രിയാൻ സ്മിത്ത്. അപ്പോൾ അഡ്രിയാൻ സ്മിത്താണ് ബുർജ് ഖലീഫയുടെ ഡിസൈനർ. അടുത്ത ചോദ്യം, ബംഗ്ലാദേശിൻ്റെ സ്വാതന്ത്ര്യത്തിനായി പോരാടിയ ജനകീയ സേന അത് മുക്തിബാഹിനി. അപ്പോൾ മുക്തിബാഹിനിയാണ് ബംഗ്ലാദേശിൻ്റെ സ്വാതന്ത്ര്യത്തിനായി പോരാടിയ ജനകീയ സേന. അടുത്ത ചോദ്യം, ബംഗ്ലാദേശ് സ്വതന്ത്ര രാഷ്ട്രമായ വർഷം അത് 1971. അപ്പോൾ 1971 ബംഗ്ലാദേശ് സ്വതന്ത്ര രാഷ്ട്രമായത്. അടുത്ത ചോദ്യം, ഭരണത്തിൽ നിന്നും വിട്ടുനിൽക്കേണ്ടി വന്ന ഏക മുഗൾ ചക്രവർത്തി അത് ഹുമയൂൺ.
അപ്പോൾ ഹുമയൂണാണ് ഭരണത്തിൽ നിന്നും വിട്ടുനിൽക്കേണ്ടി വന്ന ഏക മുഗൾ ചക്രവർത്തി. അവസാനത്തെ ചോദ്യം, ഭരണഘടനയുടെ 1-ാം ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്ത പട്ടിക, അത് 9-ാം പട്ടിക. അപ്പോൾ 9-ാം പട്ടികയാണ് ഭരണഘടനയുടെ 1-ാം ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്ത പട്ടിക. PSC ബുള്ളറ്റിൽ പ്രസിദ്ധീകരിച്ചവയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങൾ അടങ്ങിയ ഒരു ക്ലാസ്സായിരുന്നു ഇത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നിയാൽ തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.